എല്ലാവർക്കും ഇൻസൈറ്റ് PSCയിലേക്ക് സ്വാഗതം. അടുത്തിടെ 10th മെയിൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കറണ്ട് അഫയേഴ്സ് ഭാഗത്തുള്ള 15 മാർക്കിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആദ്യത്തെ ഭാഗം കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. എക്സാം നടന്നത് സ്റ്റോർ കീപ്പർ 2025 128/2025 ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 15 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് ഈ 15 ടോപ്പിക്കായിട്ട് ഒറ്റ വീഡിയോയിൽ തീർക്കുവാണ്. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തുടക്കം തൊട്ട് ഒടുക്കം വരെ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. അടുത്ത എക്സാമിൽ നിന്ന് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് ചോദ്യ പേപ്പറിലേക്ക് പോകാം. ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. 2024 പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയതായത്. ഓക്കെ, 2024 പാരീസ് ഒളിമ്പിക്സിലെ സമാപന ചടങ്ങാണ് എന്ന കാര്യത്തോട് ഓർത്ത് വെച്ചാണ്. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണെന്ന്. ആൻസർ ഏതാണ് അറിയാമോ? ആൻസർ ഏതാ? PR ശ്രീജേഷിനും മനു ഭാകറുമാണ്. ഓപ്ഷൻ 2 ആണ്, അല്ലെ ഓപ്ഷൻ D ആയിട്ട് വരുന്നതാണ്. ഇവിടുത്തെ ഓപ്ഷൻ D ആണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ D ആണ്. അപ്പോൾ ഇതിൻ്റെ കണക്റ്റിംഗ് ഫാക്റ്റ് ഒന്ന് പഠിച്ചു പോവാം. അടിസ്ഥാന വിവരങ്ങളിട്ട് വരുവാണെങ്കിൽ പാരീസ് എവിടെയാണ്? ഫ്രാൻസിലെ പാരീസിലാണ് 2024 ഒളിമ്പിക്സ് ഉണ്ടായിരുന്നത്. 33ാമത്തെ എഡിഷനാണ്. 32ാമത്തെ എഡിഷൻ നടന്നത് എവിടെയാണ്? അത് ടോക്കിയോയിലാണ്. 2020 ടോക്കിയോയിലാണ്. ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് 34ാമത്തെ എഡിഷൻ നടക്കാൻ പോകുന്നത് എവിടെയാണ്? ലോസ് ഏഞ്ചൽസിലാണ്. 2028 നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസ്. പഠിച്ചു വച്ചേക്കണം. ഇനി മോട്ടോ എന്താണ്? ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നാണ്. മോട്ടോ എന്താണ്? ഗെയിംസ് വൈഡ് ഓപ്പൺ ആണ്. ഭാഗ്യചിഹ്നം ഏതാണ്? ഫിജിയൻ പക്ഷിയുടെ ക്യാപ്പാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ? പാരീസ് എവിടെയാണ്? ഫ്രാൻസിലാണ്. എത്രാമത്തെ പതിപ്പാണ്? 33ാമത്തെ പതിപ്പാണ്. 32ാമത്തെ പതിപ്പ് എവിടെയാണ് നടന്നത്? ടോക്കിയോയിലാണ് 2020. ലോസ് ഏഞ്ചൽസിലാണ് ഇനി നടക്കാൻ പോകുന്നത് 34ാമത്തത്. മോട്ടോ ഏതാണ്? ഗെയിം വൈഡ് ഓപ്പൺ എന്നാണ്. ഗെയിംസ് വൈഡ് ഓപ്പൺ ആണ്. ഭാഗ്യചിഹ്നം അറിയാലോ, ഫിജിയൻ പക്ഷികളാണ്. ഓക്കെ, ഇനി ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ ഫ്രഞ്ചിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ ഉണ്ടായിരുന്നു. ഇനി ഉദ്ഘാടന വേദി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൻ നദിയുടെ തീരത്താണ്. ഓർത്ത് വെച്ചേക്കണേ. സെയിൻ നദിയുടെ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന് പുറത്തായിട്ട് ആദ്യമായിട്ട് വരുന്നത് സെയിൻ നദിയുടെ തീരത്താണ് എന്ന കാര്യം ഓർക്കുക. ഇനി ഇന്ത്യയുടെ പങ്കാളിത്തം ഇടുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ടോട്ടൽ 117 താരങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ താരങ്ങൾ ഉണ്ടായിരുന്നത് ഹരിയാനയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ഹരിയാനയിൽ നിന്നാണ്. 7 താരങ്ങൾ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. ഇതും PYQ ആണ്. ഓർത്തു വെക്കുക, 7 താരങ്ങൾ ഉണ്ടായിരുന്നു. സോ കാര്യം മനസ്സിലായല്ലോ. ഇനി പതാക ഏന്തിയതാര്? PV സിന്ധുവും അജന്ത ശരത് കമാലുമാണ്. ഈ അജന്ത ശരത് കമാൽ ഏത് ഇനവുമായിട്ട് ബന്ധപ്പെട്ടാണ്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അജന്ത ശരത് കമാൽ ഏത് ഇനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഇനി സമാപന ചടങ്ങിൽ മനു ഭാകറും PR ശ്രീജേഷും. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് അല്ലേ? മനു ഭാകറും PR ശ്രീജേഷുമാണ് സമാപന ചടങ്ങിൽ പതാക ഏന്തിയത്. ഇനി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മെഡൽ നില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ടോട്ടൽ എത്ര മെഡൽ കിട്ടിയിട്ടുണ്ട്? ടോട്ടൽ 6 മെഡലാണ് കിട്ടിയിട്ടുള്ളത്. അതിനകത്ത് 1 വെള്ളിയും 5 വെങ്കലവും. പഠിച്ചേക്കണേ, 1 വെള്ളിയും 5 വെങ്കലവുമാണ്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 71ാമത്തെ റാങ്കാണ്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 71ാമത്തെ റാങ്ക്. ഇനി ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. മനു ഭാകറിന് 2 മെഡൽ കിട്ടിയിട്ടുണ്ട്. ഷൂട്ടിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ടാണ് 2 മെഡൽ കിട്ടിയിട്ടുണ്ട്. 2 വെങ്കലമാണ്, 1 മിക്സ്ഡ് ടീം ഇനത്തിലാണ് എന്ന കാര്യം ഓർക്കുക. ഇനി സ്വപ്ന കുഷേൽ ഷൂട്ടിംഗ് ആണ്, വെങ്കലമാണ് കിട്ടിയത്. അമൻ സഹാവത്ത് റെസ്ലിംഗ് ആണ്, വെങ്കലമാണ് കിട്ടിയിരിക്കുന്നത്. നീരജ് ചോപ്ര ജാവലിൻ ത്രോയാണ്, വെള്ളിയാണ് കിട്ടിയിരിക്കുന്നത്. ഒരേ ഒരു വെള്ളിയാണ്. പുരുഷ ഹോക്കി ടീമിന് നമുക്ക് എത്ര കിട്ടി? വെങ്കലം കിട്ടിയിട്ടുണ്ട്. സോ കാര്യം മനസ്സിലായോ? ഇനി ഓരോന്നായിട്ട് പോവുകയാണെങ്കിൽ ഷൂട്ടിങ്ങിലാണ് മനു ഭാകർ 2 മെഡൽ കിട്ടിയിട്ടുണ്ട്. അത് ഓർത്തോക്കുക. അടുത്തൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ സ്വന്തമാക്കുന്ന ആദ്യ കായിക താരമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ സ്വന്തമാക്കുന്ന ആദ്യത്തെ കായിക താരമാണ്.
ഇനി ഇവർ പങ്കെടുത്തത് എത്ര മീറ്റർ ആണ്? 10 മീറ്റർ എയർ പിസ്റ്റലാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി ടീം ഇനത്തിൽ ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? സർബ്ജോത് സിംഗ് ആണ്. ടീം ഇനത്തിൽ ആരായിരുന്നു? സർബ്ജോത് സിംഗ് ആണ്. അപ്പോൾ ആ ടീം ഇനത്തിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഷൂട്ടിംഗ് വിഭാഗത്തിൽ ടീം ഇനത്തിൽ ആദ്യമായിട്ടാണ് ഒരു വെങ്കല മെഡൽ നേടുന്നത്. ആ ടീം ഇനത്തിൽ ആദ്യമായിട്ടാണ് ഒരു മെഡൽ നേടുന്നത് എന്ന കാര്യം ഓർത്തുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ സ്വന്തമാക്കുന്ന കായിക താരം. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. സ്വപ്ന കുഷിൽ, അതും ഷൂട്ടിംഗ് ആണ്. 50 മീറ്റർ എയർ പിസ്റ്റലാണ് എന്ന കാര്യം ഓർക്കണം. 50 മീറ്റർ ആണ്, വെങ്കലമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി റെസ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട് ആരാടാ? അമൻ സറാവത്താണ്. 57 കിലോഗ്രാം ആണ്, വെങ്കലമാണ് കിട്ടിയത്. ഇന്ത്യക്കായിട്ട് വ്യക്തിഗത മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഓർത്തു വെച്ചേക്കണേ. ഇന്ത്യക്കായിട്ട് വ്യക്തിഗത മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, ഇന്ത്യക്കായിട്ട് വ്യക്തിഗത മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ റെസ്ലിംഗ് താരമാണ് എന്ന കാര്യം ഓർക്കുക. ഇനി അടുത്തിലേക്ക് വന്ന നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര ജാവലിൻ ത്രോയാണ്, വെള്ളിയാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എത്ര മീറ്റർ ആണ് അദ്ദേഹം എറിഞ്ഞത്? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതും PYQ ആണ്. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. എന്താണ്? 89.45 മീറ്റർ. ഈ 4 5 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 9 കിട്ടത്തില്ലേ? ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ആ 9 തന്നെയല്ലേ ഇവിടെ? അതൊന്ന് കണക്ട് ചെയ്ത് നോക്കണം. അപ്പോൾ 89.45 ആണ് എന്ന കാര്യം ഓർക്കണേ. ഇനി തുടർച്ചയായി 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന മൂന്നാമത്തെ താരം, പ്രസ്താവനയായിട്ടൊക്കെ ചോദിക്കും. തുടർച്ചയായിട്ട് 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന മൂന്നാമത്തെ താരമാണ്. അപ്പോൾ ആരൊക്കെയാണ് ആ താരങ്ങൾ? ഏതൊക്കെയാണ്? ഒന്നാമത്തത് നമ്മുടെ സുശീൽ കുമാർ ആണ്. 2008-ലും 2012-ലും മെഡൽ നേടിയിട്ടുണ്ട്. ഇനി PV സിന്ധു ആണ്. PV സിന്ധു എന്നാണ് 2016-ലും 2020-ലും PV സിന്ധു. അടുത്തയാണ് നമ്മുടെ നീരജ് ചോപ്ര. മനസ്സിലാക്കണേ. അപ്പം നമ്മൾ പഠിച്ച കാര്യം എന്താണ്? മനു ഭാക്കറിന്റെ പ്രത്യേകത എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ഒളിമ്പിക്സിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ താരമാണ്. നീരജ് ചോപ്ര എന്താണ്? തുടർച്ചയായ 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന മൂന്നാമത്തെ ഇന്ത്യനാണ്. ഇനി മെഡൽ പട്ടിക എടുക്കുകയാണെങ്കിൽ ഒന്നാമത് ഏതാണ്? അമേരിക്കയാണ് അല്ലേ? അമേരിക്കയ്ക്ക് ഇതും PYQ ആണ്. ഇതും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് എത്രയാണ്? 40 വെള്ളിയും 40 സ്വർണവും 44 വെള്ളിയും 42 വെങ്കലം. അപ്പം 40 44 42 കേട്ടോ. 42 മനസ്സിലായോ? 40 എന്താണ്? സ്വർണമാണ്. 44 വെള്ളി 42 വെങ്കലം, ടോട്ടൽ 126. രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ്. 40 സ്വർണം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വെള്ളി 27 ഉള്ളൂ. 24 വെങ്കലമാണ്. മൂന്നാം സ്ഥാനം ജപ്പാനാണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണേ. മൂന്നാം സ്ഥാനം ജപ്പാനാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് PT ഉഷയാണ്. ഓക്കെ, ഇത്രയും കാര്യം അറിയാലോ. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനി അടുത്തിലേക്ക് വരാം. 2025-ലെ ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിന്റെ പ്ലെയർ ഓഫ് ദ മാച്ച് ആരായിരുന്നെന്നാ ചോദ്യം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ആൻസർ ഏതായാലും വരും. എഡ്വിൻ മാർക്രം ആണ്. എഡ്വിൻ മാർക്രം C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. C. അപ്പോൾ ഇത് എന്താണ്? ഇതും PYQ ആണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, എടാ ഈ വേൾഡ് ടെസ്റ്റ് എന്താണെന്ന് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഒന്നും അറിയാത്തവരുണ്ട്. ഗേൾസിനൊക്കെ എന്താണ് ഇത് ഒരു കാര്യങ്ങളും അറിയത്തില്ല. ടെസ്റ്റ് എന്താണ്, ഒണ്ടേ എന്താണെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ ടെസ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമേ. ടെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മാച്ചാണ്. അപ്പം വെള്ളയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വെള്ളയൊക്കെ ഇട്ട് അവരാണ് ടെസ്റ്റ് ടീമുമായിട്ട് ബന്ധപ്പെട്ട് ചുവന്ന ബാൾ യൂസ് ചെയ്യാറുണ്ട്. ഡേ ആൻഡ് നൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് പിങ്ക് ബാൾ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ഒരു ക്രിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലായി. വൺഡേ എന്ന് പറയുമ്പോൾ നമുക്ക് 50 ഓവറിൻ്റെയാണ് വൺഡേ. 2020 പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 20 ഓവറിൻ്റെയാണ്. ഈ ഒരു 3 ഫോർമാറ്റിലുള്ള മാച്ചുകളാണ് ഉള്ളത് പ്രധാനമായിട്ട് ICC നടത്തുന്നത്. അപ്പോൾ ICCയിലെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പാണ് ഇതിൻ്റെ ടെസ്റ്റ് ടീമുകളുടെ ചാമ്പ്യൻഷിപ്പ്. ഇനി വേറൊരു വൺഡേ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, അത് മാറിപ്പോലെ. ഇത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. ഇത് 2019-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് 2019-ലാണ്. ആദ്യമായിട്ട് ന്യൂസിലൻഡ് ആയിരുന്നു വിജയിച്ചത് കേട്ടോ. ന്യൂസിലൻഡാണ് 2019-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഓസ്ട്രേലിയ വിജയിച്ചിട്ടുണ്ട്. അടുത്ത 3ാമതെയാണ് ഈ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അപ്പോൾ 3ാമത്തെ എഡിഷൻ ആണെന്നൊക്കെ മനസ്സിലാക്കുക. 3ാമത്തെ എഡിഷൻ.
അപ്പം വിജയിച്ചത് ആരാണ്? അതാരാണ്? ദക്ഷിണാഫ്രിക്കയാണ് വിജയിച്ചത്. ഫൈനലിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും ഉണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ആരൊക്കെയാണ്? ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും. അപ്പം ഒന്നുകൂടെ പറയട്ടെ, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്നാ സ്റ്റാർട്ട് ചെയ്ത്? 2019 അല്ലേ? 2019 അന്ന് തൊട്ട് എത്രാമത്തെ എഡിഷനാണ്? 3ാമത്തെ എഡിഷൻ. ആ വിജയിച്ച ടീമുകളൊക്കെ ഓരോന്നായിട്ട് പറഞ്ഞേ. 2019 ന്യൂസിലൻഡ്, 2019 കഴിഞ്ഞ് 2022 തോന്നുന്നു ഡേറ്റ്, എനിക്കൊരു ഡൗട്ടുണ്ട്. രണ്ടാമത് കിട്ടിയത് ഓസ്ട്രേലിയയാണ്, മൂന്നാമത് കിട്ടുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. ഇനി എന്താണ് ഈ ഒരു ചോദ്യത്തിന് ഇത്ര പ്രാധാന്യം എന്ന് പറയാം. 1998 ഓർത്ത് നോക്കുക, 1998 ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു ICCയുടെ പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ ICCയുടെ ഒരു എന്താണ് ഫൈനലിൽ വിജയിക്കുന്നത്, ഒരു ചാമ്പ്യൻഷിപ്പ് നേടുന്നത്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് എന്ത് ചെയ്ത് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു പരമ്പര കിട്ടുന്നത്, അല്ലെങ്കിൽ ICCയുടെ പ്രധാനപ്പെട്ട ഒരു ട്രോഫി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രാധാന്യമാണ് ഈ ഒരു മത്സരത്തിന്. ഓക്കെ, അപ്പം ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് ആരാണ്? ഇപ്പോൾ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് ആരാണ്? അത് ദക്ഷിണാഫ്രിക്കയാണ്. ആരെ പരാജയപ്പെടുത്തിയേ? ഓസ്ട്രേലിയയാണ് പരാജയപ്പെടുത്തിയത്. ഇനി ആ ഒരു ടീമിൻ്റെ ആ ഒരു ഫൈനലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച എഡ്വിൻ മാർക്കറുമാണ് ആ ഒരു കളിയിലെ താരമായിട്ട്, മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് പ്രഖ്യാപിച്ചത്. മനസ്സിലായോ? ഇനി തെമ്പ ബൗമ, തെമ്പ ബൗമയുടെ പിക്ചറൊക്കെ നിങ്ങൾ ന്യൂസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന് ആ ഒരു ഫൈനലിൽ കാല് ഇഞ്ചുറി ആയിട്ട്, എന്നിട്ടും അദ്ദേഹം പെയിനോടെയാണ് അത് ബാറ്റ് ചെയ്ത് സ്വന്തം ടീം വിജയിക്കുന്നതിന് വേണ്ടി. സോ അത്രയ്ക്ക് ത്യാഗം ചെയ്ത ആ ഒരു നായകൻ്റെ പേരാണ് തെമ്പ ബൗമ. ഇദ്ദേഹം ആണ് ആ സമയത്ത് ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റനായിട്ട് ഉണ്ടായിരുന്നത്. മനസ്സിലാക്കണേ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത്രയും ഡെപ്തായിട്ട് പറയാനുള്ള കാരണം സ്പോർട്സ് ഇച്ചിരി വീക്കായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2025 ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഇതൊരു കേന്ദ്ര പദ്ധതിയാണ് ഇവിടുത്തെ ചോദ്യം, അതായത് സെൻട്രൽ സ്കീം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഒന്ന് ഓർത്ത് നോക്കണേ. ഇപ്പോഴത്തെ പരീക്ഷയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് അനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പദ്ധതികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം കുറച്ച് പദ്ധതികളാണ് കൊണ്ടുവന്നേക്കുന്നത്. നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഒരു സീരിയസ് ആയിട്ട് ചെയ്യാം കേട്ടോ. എല്ലാ പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ 2025 വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇനി ഏറ്റവും പ്രാധാന്യമുള്ള പദ്ധതികൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം മനസ്സിലായെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസ ഗവേഷണ മേഖലയിലുള്ള ഓരോ തരത്തിലുള്ള പദ്ധതികളുണ്ട്. അതിൽ വിദ്യാഭ്യാസ ഗവേഷണ മേഖലകളിൽ എന്തൊക്കെ പദ്ധതികളാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് മെറിറ്റ് സ്കീം പദ്ധതിയാണ്. മെറിറ്റ് സ്കീം പദ്ധതി 2025 ഓഗസ്റ്റിൽ വന്നതാണ്. മെറിറ്റ് സ്കീം പദ്ധതി നോക്കണേ. എന്താണ്? സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ, സമത്വം, ഗവേഷണശേഷി എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മെറിറ്റ് സ്കീം പദ്ധതി. വർഷം ഓർത്ത് നോക്കുക, 2025 ഓഗസ്റ്റിലാണ് വന്നത്. ഇനി അടുത്ത PM ശ്രീ പദ്ധതി. ഇത് ഇമ്പോർട്ടൻ്റ് പദ്ധതിയാണ്. PM ശ്രീ പദ്ധതി എന്താണ്? 2022 ആരംഭിച്ചാണ്. രാജ്യത്തെ സ്കൂളുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് എന്ത് വരുന്നത്? PM ശ്രീ പദ്ധതി. ഇമ്പോർട്ടൻ്റ് ആണ് PM ശ്രീ പദ്ധതി. ഇനി അടുത്തൊരു പദ്ധതിയിലേക്ക് പോവാം. PM വിദ്യാലക്ഷ്മി സ്കീം. 2025 സ്റ്റാർട്ട് ചെയ്തതാണ് PM വിദ്യാലക്ഷ്മി സ്കീം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്നത പഠനത്തിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസ വായ്പ നൽകുന്ന ഒരു പദ്ധതിയാണ് PM വിദ്യാലക്ഷ്മി സ്കീം പദ്ധതി. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച എന്താണ്? മെറിറ്റ് സ്കീം, സാങ്കേതിക ഗുണമേന്മ വർദ്ധിപ്പിക്കുക, സമത്വം, അതുപോലെ ഗവേഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 2025 ഓഗസ്റ്റിലാണ് ആരംഭിച്ചത്. PM ശ്രീ പദ്ധതി 2022 ആരംഭിച്ചാണ്. സ്കൂളുകളുടെ നവീകരണത്തിന് വേണ്ടിയാണ് PM ശ്രീ പദ്ധതി, മറന്നു പോകരുത്. PM വിദ്യാലക്ഷ്മി പദ്ധതി 2025 സ്റ്റാർട്ട് ചെയ്തതാണ്. ഉന്നത പഠനത്തിനായിട്ട് ഫ്രീ ആയിട്ടുള്ള വിദ്യാഭ്യാസ വായ്പ നൽകുന്ന പദ്ധതിയാണ്. അപ്പം 2 ഓർത്ത് നോക്കണം. 2025 മെറിറ്റ് സ്കീമും അതുപോലെ PM വിദ്യാശ്രീ
പദ്ധതി വന്നത്, PM വിദ്യാലക്ഷ്മി ശ്രീ പദ്ധതി വന്നത്. സോ അത് മനസ്സിലായി. ഇനി അടുത്തതിലേക്ക് വരാം. ദീൻ ദയാൽ സ്പർശ് യോജന പദ്ധതിയാണ് അടുത്തൊരു സ്കീമാണ്. ദീൻ ദയാൽ സ്പർശ് യോജന 2025 സ്റ്റാർട്ട് ചെയ്തതാണ്. എന്താണ്? 6 മുതൽ 9 വരെയുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് ദീൻ ദയാൽ സ്പർശ് യോജന പദ്ധതി 2025. ഇനി വിജ്ഞാനധാര പദ്ധതി 2025 സ്റ്റാർട്ട് ചെയ്തതാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും ഗവേഷണ മേഖലയിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വിജ്ഞാനധാര പദ്ധതി വന്നത് 2025. ഇനി അടുത്തൊരു പദ്ധതിയാണ് പ്രേരണ പ്രോഗ്രാം പദ്ധതി 2025. പരീക്ഷണാത്മകമായ പഠനത്തിലൂടെ വിദ്യാർത്ഥികളുടെ നേതൃത്വ ഗുണങ്ങൾ വികസിപ്പിക്കുക. അതായത് എക്സ്പീരിമെൻ്റൽ സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തിയററ്റിക്കലിൽ നിന്ന് മാറി എക്സ്പീരിമെൻ്റൽ സ്റ്റഡിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവരുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പദ്ധതി വന്നേക്കുന്നത്. സോ പ്രേരണ പ്രോഗ്രാം പദ്ധതി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ദീൻ ദയാൽ സ്പർശ് യോജന പദ്ധതി 6 മുതൽ 9 ക്ലാസ് വരെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നത്, വിജ്ഞാനധാര പദ്ധതി ശാസ്ത്ര ഗവേഷണ വിദ്യാലയങ്ങളിലും അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും ഗവേഷണ മേഖലയിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രേരണ പ്രോഗ്രാം പദ്ധതി 2025 പരീക്ഷണാത്മക പഠനത്തിലൂടെ വിദ്യാർത്ഥികളുടെ നേതൃത്വ ഗുണങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സോ അടുത്തതിലേക്ക് വരാം. ഇതാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചത്. വികസിത് ഭാരത് റോസ്ഗാർ യോജന. വികസിത് ഭാരത് റോസ്ഗാർ യോജന 2025 സ്വാതന്ത്ര്യ ദിനത്തിനാണ് ആരംഭിച്ചത് കേട്ടോ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് വന്ന ജൻധൻ യോജന. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 2014 സ്റ്റാർട്ട് ചെയ്തതാണ് ജൻധൻ യോജന. ഇനി അടുത്തത് സ്വാനിധി സ്കീം. ഇത് 2025 മുതൽ 30 വരെ നീട്ടിയിട്ടുണ്ട്. സ്വാനിധി എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? തെരുവിൽ കച്ചവടം ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള വായ്പ നൽകുന്ന പദ്ധതിയാണ് PM സ്വാനിധി പദ്ധതി. അടുത്തത് യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം 2025 ഏപ്രിലാണ് ആരംഭിച്ചത്. സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം അല്ലെങ്കിൽ യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം ആരംഭിച്ചത്. ഇനി അടുത്ത ബസ് സേവാ സ്കീം. ഇലക്ട്രിക് ബസ്സുകളുടെ വിന്യസിപ്പിക്കാൻ വേണ്ടി 2025 സ്റ്റാർട്ട് ചെയ്തതാണ് ബസ് സേവ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. ഓക്കെ, ഓർത്ത് വെക്കണേ. എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2025 ഓഗസ്റ്റ് 15 ഇത് സ്റ്റാർട്ട് ചെയ്തത്. സ്വാതന്ത്ര്യ ദിനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തെ ആകെ 3.5 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, യുവാക്കൾക്ക് ആദ്യമായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പ്രത്യേക പരിഗണന നൽകുക കേട്ടോ. ഇതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. ഓർത്തു വെച്ചേക്കണേ. ബഡ്ജറ്റിൽ ഏകദേശം 1 ലക്ഷം കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ ആദ്യമായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ജീവനക്കാർക്ക് 15,000 രൂപ പ്രോത്സാഹന തുകയായിട്ട് നൽകുന്നതും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അപ്പം പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന യുവാക്കളുടെ തൊഴിലവസരവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് പ്രഖ്യാപനം. 2025 ഓഗസ്റ്റ് 15 എന്ന കാര്യം ഇവിടെ ഓർക്കുക. ഇത്രയും കാര്യം ക്ലിയർ ആയോ? മറന്നുപോലെ ജൻധൻ യോജന എന്നാണ് വന്നത്? 2014 ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. സ്വാനിധി അറിയാം, തെരുവിലെ കച്ചവടം ചെയ്യുന്നവർക്കുള്ള വായ്പയാണ്. യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം 2025 ഏപ്രിൽ 1 വന്നത്. ഓക്കെ, ഇത്രയും കാര്യം ഇമ്പോർട്ടൻ്റ്. ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് ഉടനെ ചെയ്യുന്നതാണ്. സോ അടുത്തതിലേക്ക് വരാം. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ചതാര്? ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇതും സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ICC ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ചതാരാണ്? നമുക്കറിയാം, ഇന്ത്യ ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ കണക്റ്റീവ് ഫാക്റ്റ് ഒന്ന് പഠിച്ചു പോയാലോ? അപ്പോൾ ടൂർണമെൻറ്റ് ICC നമ്മൾ നേരത്തെ ടെസ്റ്റ് പറഞ്ഞായിരുന്നു. ഇത് ചാമ്പ്യൻസ് ട്രോഫി ഏകദിനമാണ്. ഏകദിനം 50 ഓവറാണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ആദ്യ എഡിഷൻ 1998 ബംഗ്ലാദേശിലാണ്. ആദ്യത്തെ എഡിഷൻ ബംഗ്ലാദേശിൽ. ഇതിൽ വിജയിച്ചത് ആരാന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്കയാണ് വിജയിച്ചത്. ആര്യമാണ്? സൗത്ത് ആഫ്രിക്കയാണ് വിജയിച്ചത്. ഇനി അടുത്ത 2025 നടന്ന 9ാമത്തെ എഡിഷനാണ്. 2025 എത്രാമത്തെ എഡിഷനാണ് നടന്നത്? 9ാമത്തെ എഡിഷനാണ് നടന്നത്. അപ്പം ഇതിന് മുമ്പ് നടന്നത് 2017 എന്ന കാര്യം ഓർക്കുക.
2017 ഇനി അടുത്ത എഡിഷൻ നടക്കാവുന്നത് 2029 29 ഓർത്തു വെക്കണേ. അപ്പോൾ 1998 ആദ്യത്തത്. ഓക്കെ, കിട്ടിയല്ലോ 98. ഇനി എന്താണ് 2025 എത്രാമത്തെയാണ്? 9ാമത്തെ എഡിഷനാണ്. 9ാമത്തെ എഡിഷൻ. നെക്സ്റ്റ് എഡിഷൻ 10ാമത്തെ എഡിഷൻ എന്നാണ്? 10ാമത്തെ എഡിഷൻ എന്നാണ്? 2029 ഓർക്കുക. ഓർത്ത് വെച്ചേക്കണേ. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ, മറന്നു പോവല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് 98 9ാമത്തെ എഡിഷൻ, ദെൻ 2017 2029 ഓർത്ത് വെക്കുക. നെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വർഷത്തെ എവിടെയാണ് ആതിഥ്യം വഹിച്ച രാജ്യം? പാകിസ്ഥാനായിരുന്നു. ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം എവിടെയായിരുന്നു? ദുബായിലായിരുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ, ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ കൊണ്ട് ദുബായിലോട്ടാണ് മാറ്റിയത്. ഫൈനലും ദുബായിലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ 29 വർഷങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ ഒരു പ്രധാനപ്പെട്ട ICC ടൂർണമെന്റിന്റെ വേദിയാകുന്നത്. 29 വർഷങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ ഒരു പ്രധാന ICC ടൂർണമെന്റിന്റെ വേദിയാകുന്നത് എന്ന കാര്യം ഓർക്കുക. ഇനി വിജയിച്ചത് ആരാണ്? ഇന്ത്യയാണ് വിജയിച്ചത്. ഓക്കെ, റണ്ണറപ്പ് ആരാണ്? ന്യൂസിലൻഡ് ആണ്. റണ്ണറപ്പ് ന്യൂസിലൻഡ് ആണ്. ഇന്ത്യ എന്ത് ചെയ്ത്? ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി 3ാമത്തെ കിരീടം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ എത്രാമത്തെയാണ്? 3ാമത്തെ കിരീടം. ആ കിരീടം നേടിയ വർഷങ്ങളൊക്കെ നോക്കണേ. 2002 ഇന്ത്യയും ശ്രീലങ്കയുമായിട്ട് സംയുക്തമായിട്ടായിരിക്കും. ഈ രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തതാണ് 2002. അപ്പോൾ 2002 ഇന്ത്യക്ക് കിട്ടിയല്ലോ, 2002. ഇനി 2013 ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി കിട്ടി. 2013 ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി 2025. അപ്പോൾ നോക്കണേ, 2002 2013 2025 ഇതിലെല്ലാം ഇന്ത്യക്ക് കിട്ടിയത്. അങ്ങനെ ടോട്ടൽ എത്ര പ്രാവശ്യം? 3 തവണ കിട്ടി. ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ട്രോഫി കിട്ടുന്ന രാജ്യമായിട്ട് ആര് മാറി? ഇന്ത്യ മാറി എന്ന കാര്യം ഓർക്കുക. ഇനി അടുത്തതിലേക്ക് വന്ന കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. 2002 2013 2025. ഓക്കെ, ഇനി മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് കിട്ടിയത് ആരാണ്? ആ ഒരു ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് രോഹിത് ശർമ്മയാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്നു ആ സമയത്ത്. ഇനി അതുപോലെ മാൻ ഓഫ് ദി ടൂർണമെന്റ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായിരുന്നു മാൻ ഓഫ് ദി ടൂർണമെന്റ് രച്ചിൻ രവീന്ദ്ര. ന്യൂസിലൻഡ് താരമാണ് രച്ചിൻ രവീന്ദ്ര. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് രച്ചിൻ രവീന്ദ്ര. ഇനി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് മാർക്ക് ഹെൻറിയാണ്. ന്യൂസിലൻഡിന്റെ താരമാണ് മാർക്ക് ഹെൻറി. അപ്പം ഈ രച്ചിൻ രവീന്ദ്രയും മാർക്ക് ഹെൻറിയും ആണ് ന്യൂസിലൻഡിന്റെ താരം. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റ്സ്മാൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ രച്ചിൻ രവീന്ദ്ര. ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ള ബോളർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റ് ഹെൻറിയാണ് എന്ന കാര്യം. ആ രണ്ടുപേരും ന്യൂസിലൻഡാണ്. സോ കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തതിലേക്ക് വരാം. ഈ ടൂർണമെന്റിൽ ടോട്ടൽ 8 ടീമുകൾ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ യോഗ്യത നേടിയ ടീമാണ് അഫ്ഗാനിസ്ഥാൻ. കേട്ടോ, ഓർത്ത് വെച്ചേക്കണം. അഫ്ഗാനിസ്ഥാനാണ് യോഗ്യത നേടിയത്. അപ്പോൾ യോഗ്യത നേടാതെ പുറത്തായ ഒരു രാജ്യമാണ് ശ്രീലങ്ക എന്ന കാര്യം ഓർക്കുക. ഈ ഒരു എഡിഷനിലാണ് ഏറ്റവും കൂടുതൽ, ഈ 9 എഡിഷനിൽ വെച്ചതിൽ ഏറ്റവും കൂടുതൽ, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ ഉണ്ടായിരുന്ന എഡിഷൻ ഏതായിരുന്നു? 9ാമത്തെ എഡിഷൻ ആയിരുന്നു. നമ്മൾ 9 എഡിഷൻ പഠിച്ചില്ലേ, 1 തൊട്ട് 9 വരെ. അതിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ എഡിഷൻ ഏതായിരുന്നു? 2025 എഡിഷൻ ആയിരുന്നു എന്ന കാര്യം ഓർക്കുക. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. 2024 കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത്? ഓക്കെ, മനസ്സിലായോ? തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. അപ്പോൾ എന്താണെന്ന് നോക്കാം. 15 വയസ്സിന് മുകളിലുള്ളവരുടെ യൂഷ്വൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് തൊഴിലില്ലായ്മ നിരക്ക് ബാധിക്കുക. അപ്പോൾ എത്ര വയസ്സിനാണ്? 15 വയസ്സിന് മുകളിലാണെന്ന് ഓർക്കുക. അപ്പോൾ ഇന്ത്യയുടെ ആ സ്ഥാനം നോക്കണേ, എത്ര റേറ്റ് ആണെന്ന് നോക്കുക. തൊഴിലില്ലായ്മ 7.0 ആണ്. ഓക്കെ, തമിഴ്നാടാണ് രണ്ടാമത് വരുന്നത്. 1 ഏതാണ്? കേരളമാണ്. 2 തമിഴ്നാടാണ്. 4.3 ആണ്. 3ാമത് ഉത്തർപ്രദേശാണ്. 2.4 ആണ്. ഓക്കെ, ഗുജറാത്താണ് 4ാമത്. അപ്പം നോക്കോ, അഖിലേന്ത്യാ സർവീസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മൊത്തത്തിലാണെങ്കിൽ 3.2 ആണ് കേട്ടോ. 3 അതിനേക്കാളും ഡബിൾ ആണ്. ഓക്കെ, കേരളം 7.7% രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. ഇത് ദേശീയ ശരാശരിയേക്കാൾ 2 ഇരട്ടി ഉയരത്തിലാണ്, അല്ലേ? 2 ഇരട്ടി ഉയർന്നു നിൽക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ കേരളത്തിൻ്റെ ശരാശരി. ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയാണെന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പം ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം, അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ കുറഞ്ഞ പങ്കാളിത്തം, കൂടാതെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ തുടങ്ങിയ നിരവധി കാരണങ്ങൾ കൊണ്ട് ഈ തൊഴിലില്ലായ്മ നിരക്ക് എന്ത് ചെയ്യും? ബാക്കിലോട്ട് പോകാറുണ്ട്. സോ ഈ കാര്യം മനസ്സിലായി. ഇനി അടുത്തിലേക്ക് വരാം. 2025 ഉദ്ഘാടനം ചെയ്ത
2025 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം ഏതാണ്? കേബിൾ റെയിൽ പാലം ഓർത്തു വെക്കണേ. 2025 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം ഏതാണ്? അഞ്ചിഗഡ് പാലമാണ്. ഓക്കെ, അപ്പം ആ പാലത്തെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും നോക്കാമേ. അപ്പം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേഡ് പാലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേതാണ്? അത് സുദർശൻ സേതുവാണ്. അതെവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തത് ഒന്നാമത്തത് സുദർശൻ സേതുവാണ്. രണ്ടാമത്തെ ഏതാണ്? രണ്ടാമത്തത് സിംഗന്തൂർ പാലമാണ്. അതെവിടെയാണ്? ഷിമോഗ, കർണാടകയിലാണ്. അപ്പോൾ ഒന്നാമത്തെ ഏതാണ്? ഓക്കെ, ഒന്നാമത്തത് നീളം കൂടിയത് കേബിൾ സ്റ്റേഡ് പാലം സുദർശൻ സേതു. രണ്ടാമത്തെ ഏതാണ്? അത് നമ്മുടെ സിംഗന്തൂർ പാലമാണ്. ഇനി ആദ്യത്തെ പാലം ഏതാണ്? ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലം ഓർത്ത് വെക്കണേ. കേബിൾ സ്റ്റേഡ് റെയിൽ പാലം ഏതാണ്? റെയിൽ കേബിൾ സ്റ്റേഡ് റെയിൽ പാലം ഏതാണ്? അഞ്ചിഗഡ് പാലമാണ്. അതുപോലെ അഞ്ചിഗഡ് പാലം. അപ്പം ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചിഗഡ് പാലം. അടുത്ത ഇത് റെയിൽ പാലം അല്ല കേട്ടോ, സുദർശൻ സേതു എന്ന് പറഞ്ഞാൽ റെയിൽ പാലം അല്ല, റോഡ് പാലമാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ കേബിൾ സ്റ്റേഡ് പാലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽ പാലം അഞ്ചിഗഡാണ്. അത് കഴിഞ്ഞിട്ട് സുദർശൻ സേതുവാണ് ഏറ്റവും നീളം കൂടിയത്. രണ്ടാമത്തെ ഏതാണ്? അത് ഷിമോഗയിലുള്ള സിംഗന്തൂറാണ്. ഇനി അടുത്ത വരാം. ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലം ഏതാണ്? അത് ചിനാബ് പാലമാണ്. 359 മീറ്റർ ആണ് വരുന്നത്. റിയാസി ജില്ലയിൽ ജമ്മു കാശ്മീരിലാണ് ഉള്ളത്. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് പാലം. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം ഏതാണ്? അത് ബോംബെ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ്. അടൽ സേതു എന്ന് പറയും. 21.8 കിലോമീറ്റർ ആണ് വരുന്നത്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം ഏതാണ്? അത് ബോംബെ ട്രാൻസ് ഹാർബർ ലിങ്ക് ഏതാണ്? അടൽ സേതു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജ് ഏതാണെന്ന് വെച്ചാണെങ്കിൽ അത് ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ആണ്. പഠിച്ചു വെച്ചേക്കണേ. ന്യൂ പാമ്പൻ ബ്രിഡ്ജ് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലം ഏതാണ്? കടൽപ്പാലം, കടലിന്റെ മുകളിലുള്ള ഗ്ലാസ് പാലം, ഗ്ലാസ് പാലം ഏതാണ്? കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും ഇപ്പം നമ്മൾ പഠിച്ച കാര്യം ഒന്നുകൂടെ പറയാമേ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നോക്കേ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേഡ് റോഡ് പാലം ഏതാണെന്ന് വെച്ചുവാണെങ്കിൽ അത് സുദർശൻ സേതു. ഓക്കെ, രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് റോഡ് പാലം സിംഗന്തൂർ പാലം, അത് കർണാടകയിലാണ്. ഇനി ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഞ്ചിഗഡ് പാലമാണ്. അഞ്ചിഗഡ് പാലം മറന്നുപോലെ. സോ അത് ഇത്രയും കാര്യം ക്ലിയർ ആയി. നമുക്ക് റെയിൽ പാലം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അല്ലെങ്കിൽ ആർച്ച് പാലമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ആർച്ച് പാലമാണ് ചിനാബ് റെയിൽ പാലം. നീളം കൂടിയ കടൽ പാലം അടൽ സേതുവാണ്. പിന്നെ ലിഫ്റ്റിക്കൽ എയർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ടുള്ള സീ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അത് ന്യൂ പാമ്പൻ പാലമാണ്. ഈ കടലിന് മുകളിലുള്ള ഗ്ലാസ് പാലം ഏതാണ്? അത് കന്യാകുമാരി പാലമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതിലേക്ക് വരാം. ജസ്റ്റ് ഒന്ന് ടേബിൾ ആയിട്ട് കൊടുത്തുകയാണ്. അഞ്ചിഗഡ് പാലം. സോ അത് കേബിൾ സ്റ്റേഡ് റെയിൽ പാലമാണ്. ഓക്കെ, റെയിൽ പാലം ഇതാടാ. സുദർശൻ സേതു കേബിൾ സ്റ്റേഡ് റോഡ് പാലമാണ്. റോഡ് പാലം രണ്ടും തിരിഞ്ഞു പോലെ. ഇനി ഈ അഞ്ചിഗഡ് പാലം ജമ്മു കാശ്മീരിലെ അഞ്ചി നദിക്ക് മുകളിലാണ്. 2025 ജൂൺ 6 ഉദ്ഘാടനം ചെയ്തത്. 2025 ജൂൺ 6 അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലമാണ്. കേബിൾ റെയിൽ പാലം. ഈ ചിനാബ് പാലമാണെങ്കിൽ ആർച്ച് പാലമാണ്. ലോകത്തിലെ തന്നെ ആർച്ച് റെയിൽ പാലമാണ്. ചിനാബ് നദിക്ക് കുറുകെ അതും ഉദ്ഘാടനം ചെയ്തത് 2025 ജൂൺ 6 ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽ പാലമാണ്. സുദർശൻ സേതു കേബിൾ സ്റ്റേഡ് റോഡ് പാലം മാറിപ്പോലെ റോഡ് പാലം അത് ദ്വാരകയിലാണ്, ഗുജറാത്തിലാണ്. 2024 ഫെബ്രുവരി 25 ഉദ്ഘാടനം ചെയ്തത്. 2024 ഫെബ്രുവരി 25 ഗുജറാത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ കേബിൾ സ്റ്റേഡ് പാലമാണ്. രണ്ടാമത്തത് വരുന്നത് സിംഗന്തൂരാണ്. അത് കർണാടകയിലാണ്. മനസ്സിലായോ? നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. റഷ്യയിലെ വ്യോമതാവളത്തിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേരെന്താണ്? ഓർത്തു വെക്കണേ. ഏതാണ്? റഷ്യയിലെ വ്യോമതാവളത്തിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേരെന്താണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് ആണ്. ഓർത്തു വെച്ചേക്കണേ. ഓപ്ഷൻ എ ആണ്. ഇത് നമ്മുടെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നിരവധി ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഓപ്പറേഷൻ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം.
ഒന്നാമത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഓപ്പറേഷൻ ഇന്ദ്രാവതി ഏതാണെന്ന് നോക്കാം. ഹെയ്ത്തിയിലാണ്. ലക്ഷ്യമിട്ട രാജ്യം ഏതാണ്? ഹെയ്ത്തിയാണ്. ഓർത്തു വെക്കണേ. ഓപ്പറേഷൻ ഇന്ദ്രാവതി ലക്ഷ്യമിട്ട രാജ്യം ഏതാണ്? ഹെയ്ത്തിയാണ്. നമ്മുടെ ഹെയ്ത്തിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിട്ട് നടത്തിയിട്ടുള്ള ഒരു ഒരു ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഓർത്തു വെക്കുക. ഇനി ഓപ്പറേഷൻ അജയ് ആണ്. ഓപ്പറേഷൻ അജയ് പരീക്ഷയ്ക്ക് PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. ഇസ്രയേലാണ്. ലക്ഷ്യമിട്ട രാജ്യം ഏതാണ്? ഇസ്രയേലാണ്. എന്താണ്? ഇസ്രയേലും ഹമാസും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ ഇന്ത്യൻ പൗരന്മാരെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്ത്യൻ സായുധ സേനയും വിദേശ മന്ത്രാലയവും സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള അഭ്യാസമാണ് ഓപ്പറേഷൻ അജയ്. ഓക്കെ, ഓർത്തു വെച്ചേക്കണേ. ഇസ്രയേലിൽ നിന്നാണ് കൊണ്ടുവന്നത്. ലക്ഷ്യമിട്ട രാജ്യം ഏതാണ്? നമ്മൾ എവിടുന്നാണ് ലക്ഷ്യമിട്ട രാജ്യം? ഇസ്രയേലിൽ നിന്നാണ്. ഇസ്രയേലിൽ നിന്ന് എന്ത് ചെയ്യുക? ഇന്ത്യൻ പൗരന്മാരെ തിരികെ കൊണ്ടുവരിക. എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം? ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ്. സെറ്റാണ്. ഇനി ഓപ്പറേഷൻ കാവേരി എന്താണ്? ഇതും PYQ ആണ്. സുഡാനിൽ ആഭ്യന്തര കലാപം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ കാവേരി. അപ്പോൾ ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹെയ്ത്തിയിൽ നിന്നാണെന്ന് ഓർത്ത് വെച്ചേക്കണേ. ഓപ്പറേഷൻ അജയ് ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നതിനായിരുന്നു. ഓപ്പറേഷൻ കാവേരി ഏതാണ്? സുഡാനിൽ നിന്നായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായി. ഇനി അടുത്ത് നോക്കണേ, ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ സിന്ധു ആണേ. ഓപ്പറേഷൻ സിന്ധു എന്താണ്? ഇറാനിൽ നിന്നാണ്. തിരിഞ്ഞ പോലെ ഇറാനിൽ നിന്നാണ്. ഇസ്രയേലിൽ നിന്നല്ല, ഇറാനിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുക. അപ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിലെ യുദ്ധത്തെ സമയത്ത് ഇറാനിൽ നിരവധി ഇന്ത്യക്കാരുണ്ട്. അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയതാണ് ഓപ്പറേഷൻ സിന്ധു. ഓക്കെ, സെറ്റാണല്ലേ. ഇനി ഓപ്പറേഷൻ ബ്രഹ്മ എന്താണ്? മ്യാൻമറിലാണ്. ഭൂകമ്പം ബാധിച്ചതിനെ തുടർന്ന് മ്യാൻമറിൽ നമ്മൾ സഹായം നൽകിയ ഒരു ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ ബ്രഹ്മ എവിടെ? മ്യാൻമറിൽ ഭൂകമ്പത്തെ തുടർന്ന് സഹായം നൽകിയ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ബ്രഹ്മ. ഓക്കെ, ഇനി ഓപ്പറേഷൻ കാരുണ്യ. ഓപ്പറേഷൻ കാരുണ്യ എവിടെയാണ്? അതും മ്യാൻമറിലായിരുന്നു. കുറച്ച് നാൾക്ക് മുമ്പ് മോക്ക ചുഴലിക്കാറ്റ് ബാധിച്ചായിരുന്നു. സോ മോക്ക ചുഴലിക്കാറ്റ് ബാധിച്ചവരെ അല്ലെങ്കിൽ ഇന്ത്യൻ സേന എന്ത് ചെയ്ത് അവിടെ സഹായം എത്തിച്ചായിരുന്നു. ദുരിതാശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി എക്യുപ്മെൻറ്റും കാര്യങ്ങളും എത്തിച്ചായിരുന്നു. അതാണ് ഓപ്പറേഷൻ കാരുണ്യ. ഓപ്പറേഷൻ കാരുണ്യം ഓപ്പറേഷൻ ബ്രഹ്മയും എവിടെ തന്നെയാണ്? മ്യാൻമറാണ് എന്ന കാര്യം നോക്കണം. മ്യാൻമർ ക്ലിയർ ആണേ, സെറ്റാണ്. അടുത്തതിലേക്ക് പോകാം. ഇനി ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇറാൻ. ലക്ഷ്യമിട്ട രാജ്യം എന്താണ്? ഇറാനാണ്. എന്താണെന്ന് നോക്കാമേ. അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ കിട്ടും. 2025 ജൂൺ 13 ഇസ്രയേൽ ഇറാനെതിരെ ആരംഭിച്ച ഒരു പ്രധാന സൈനിക ഓപ്പറേഷൻ. അപ്പം ഇസ്രയേൽ ആരുടെ എതിരെയാണ്? ഇറാനെതിരെയാണ് നടത്തിയത്. ഇസ്രയേൽ ആർക്കെതിരെയാ? ഇറാനെതിരെ. അതാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു? ഇറാനിലെ ന്യൂക്ലിയർ സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിലെ ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ സൈനിക ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ലക്ഷ്യമിട്ടായിരുന്നു നടത്തിയത്. അപ്പോൾ ആരാണ് നടത്തിയത്? ഇസ്രയേൽ എവിടേക്ക് നടത്തി? ഇറാനിലേക്ക് നടത്തി. അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തിലേക്കോ. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഇസ്രയേലിലേക്കാണ് ലക്ഷ്യമിട്ടത്. നോക്കണേ, നമ്മൾ നേരത്തെ നടത്തിയ ഇസ്രയേൽ നടത്തിയ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ. അതിന് ബദലായിട്ട് ഇറാൻ എന്ത് ചെയ്ത്? ഇസ്രയേലിലേക്ക് നടത്തിയ എന്തായിരുന്നു? ഓപ്പറേഷൻ ആയിരുന്നു. അപ്പം ഇസ്രയേലിൻ്റെ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന് മറുപടിയായിട്ട് ഇറാൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3. ഇനി മനസ്സിലായോ? ഇനി അടുത്തതിലേക്ക് വരാം. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാർമർ. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാർമർ അതാരാണ്? ഇറാനിലേക്കാണ്. ആര് നടത്തിയെന്ന് പശ്ചാത്തലം നമുക്ക് നോക്കാം. 2025 ജൂണിൽ US, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ് US എന്ത് ചെയ്ത്? ഇറാനിലേക്ക് നടത്തിയ ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചറിനെതിരെ നടത്തിയ അതിതീവ്രമായിട്ടുള്ള രഹസ്യ സൈനിക അക്രമത്തിന്റെ പേരാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാർമർ. മനസ്സിലായോ?
ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാർമർ. ക്ലിയർ ആയോ? ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ആരാണ് നടത്തിയത്? ഇസ്രയേൽ. ആർക്കെതിരെ? ഇറാനെതിരെ. ഇനി ഓപ്പറേഷൻ ട്രൂ പ്രോമിസോ നേരത്തെ നടത്തിയതിന് ബദലായിട്ട് ഇറാൻ ഇസ്രയേലിനെതിരെ നടത്തിയതാണ്. ഇനി മിഡ് നൈറ്റ് ഹാർമർ ആരാണ്? US ആണ്. എവിടെ നടത്തി? ഇറാനിലടുത്ത് നടത്തി. മനസ്സിലായല്ലോ? ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോകാറുണ്ട്, അതുകൊണ്ട് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തന്നത്. ഇനി അടുത്തതാണ് ഡെവിൽ ഹണ്ട്. ഓപ്പറേഷൻ ഡെവിൽ ഹണ്ട് എവിടെയാണ്? അത് ബംഗ്ലാദേശിലെ. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ പുറത്താക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഒരു ദൗത്യമായിരുന്നു. അനുയായികൾ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ഡെവിൽ ഹണ്ട്. ബംഗ്ലാദേശാണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി അടുത്ത ഓപ്പറേഷൻ ഗാർഡിയൻ ചെരോട്ട്. അത് ഗാസ മുനമ്പുമായിട്ട് ബന്ധപ്പെട്ട് 2025 മെയ് മാസത്തിൽ നടത്തിയ ഇസ്രയേൽ ആരംഭിച്ച സൈനിക ഓപ്പറേഷൻ ആയിരുന്നു എന്ന കാര്യം ഓർക്കുക. അടുത്തതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഓപ്പറേഷൻ സ്പൈഡർ വെബ്. ഓപ്പറേഷൻ സ്പൈഡർ വെബ് 2025 മെയ് മാസത്തിൽ റഷ്യക്കെതിരെ ഉക്രൈനിൽ നടത്തിയ ഡ്രോൺ ആക്രമണമാണ്. അതല്ലേ പരീക്ഷയ്ക്ക് ചോദിച്ചത്? ഏതാ? സ്പൈഡർ വെബ് ഓർത്തു വെച്ചേക്കണേ. ഓപ്പറേഷൻ സ്പൈഡർ വെബ് ആരാണ് നടത്തിയത്? ഡ്രോൺ ആക്രമണമാണ് ഉക്രൈൻ നടത്തിയതാണ്. റഷ്യയിലെ വ്യോമതാവളത്തിൽ നടത്തിയതാണ് എന്ന കാര്യം ഓർക്കുക. ഓക്കെ, നമ്മുടെ സീരീസ് ഇതുമായിട്ട് അവസാനിപ്പിച്ച് 2 സീരീസ് ആയിട്ടാണ് നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ചെയ്തത്. നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് പകുതി വെച്ചാണോ കാണുന്നത്. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒരു മാർക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ ജെന്യൂൻ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. എങ്ങനെ ഉണ്ടായിരുന്നു, ഏതൊക്കെ മേഖലയിലാണ് നന്നാക്കേണ്ടത്, അല്ലെങ്കിൽ ഇനി ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് തുറന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ നോക്കാം. ഇനിയും ബെറ്റർ ആക്കാൻ നോക്കാം. സോ താങ്ക് യു. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.